പാനൂർ സ്ഫോടനത്തിൽ കോഴിക്കോട് നാദാപുരത്ത് പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. മുൻപ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയവരുടെ വീടുകൾ, ഒഴിഞ്ഞ പറമ്പുകൾ, പെരിങ്ങത്തൂർ പുഴയോരം എന്നിവിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ KV വിവരങ്ങളുമായുണ്ട്. രാഹുൽ, വ്യാപകമായിട്ടുള്ള പരിശോധനയിലേക്ക് പാനൂർ സംഭവത്തിന് പിന്നാലെ തന്നെ പോവുകയാണ്. ഇപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്? അക്ഷയ, കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ അതിർത്തികളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഈ ഒരു പാനൂരിൽ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് അതിശക്തമായ നിരീക്ഷണം ഈ സ്ഥലങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും പോലീസും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വന്ന കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്നാണ് വ്യാപകമായി തന്നെ പരിശോധന നടത്തി. സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ അത്തരം കേസുകളിൽപ്പെട്ട ആളുകളുടെ വീടുകൾ, വീടിൻ്റെ പരിസരങ്ങൾ, അതുപോലെ ആളൊഴിഞ്ഞ പറമ്പുകൾ, പെരിങ്ങത്തൂർ പുഴയോരം, ഈ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഏതായാലും പ്രധാനമായും പരിശോധന നടത്തി വരുന്നത്. പക്ഷേ സ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെയും മേഖലകളിൽ തിരച്ചിലുണ്ടായിരുന്നു. നാദാപുരം, വളയം പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന ചെറ്റക്കണ്ടിപ്പാലം, ഉമ്മത്തൂർ, കായലോട്ട് താഴെ, അതുപോലെ പെരിങ്ങത്തൂർ, ഈ ഭാഗങ്ങളിലാണ് ഇന്നലെയും ഈ സംയുക്തമായി പരിശോധന നടത്തിയിരുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിലും പക്ഷേ ഇവ പറഞ്ഞ വിധത്തിൽ ബോംബോ മറ്റായുധങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ഒപ്പം പോലീസ് സംശയിക്കുന്നത് ഈ പാനൂരിലുണ്ടായ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബോംബ് മറ്റായുധങ്ങളിൽ ചിലത് മേഖലകളിലേക്ക്, ജില്ലയുടെ അതിർത്തി കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് വ്യാപകമായി തന്നെ പരിശോധന നടത്തി വരുന്നത്. ഞാനീ പറഞ്ഞതുപോലെ പോലീസ്, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ഭാഗമായി എത്തിയ കേന്ദ്രസേന, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എല്ലാവരും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും വ്യാപകമായി തന്നെ ഈ തിരച്ചിൽ പുരോഗമിച്ചു വരികയാണ്. അക്ഷയ്.